ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ കരുതി ഒരുങ്ങിയതാണ്. പക്ഷെ അതിങ്ങനൊരു ഡേ മൈ ലൈഫ് ആവുമെന്ന് കരുതിയില്ല. ആകെ ഒരു ഹറിബറി ഡേ മൈ ലൈഫായി പോയി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുക്കളയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് മണ്ഡപത്തിൽ കൊടുതിയാണ്, അപ്പോൾ അതിൻ്റെ നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം കുളിക്കാനൊക്കെ കയറി കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ആദ്യം ഉണർന്നു. പിന്നെ അവൻ്റെ വാശിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും നേരം ദാ പോന്നു. അങ്ങനെ കടിപിടി കൂട്ടിയാണ്ട് വേഗം എല്ലാതും ചായയും കടിയൊക്കെ ആക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നിട്ട് തന്നെ കറി വേഗമായി. ഇവിടെ ദോശ ചുട്ടപ്പോഴേക്കും അവൻ്റെ പോകാനുള്ള ടൈമായി. അവൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവുന്ന ദോശകളൊക്കെ എടുത്ത് വേഗം കഴിച്ചു. അവൻ പോകാനുള്ള ടൈം ആയപ്പോഴേക്കും അവൻ്റെ ചായയുടിയൊക്കെ കഴിഞ്ഞ് വേഗം ആ ടൈം ആയപ്പോഴേക്കും പോയി. എന്നാലേ ഒരു സമാധാനമുള്ളൂ. അല്ലെങ്കിൽ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം കഴിഞ്ഞാലേ ബസ്സുള്ളൂ. അപ്പോൾ അവൻ്റെ നേരമായപ്പോഴേക്കും അവൻ്റെ ചായയുടിയൊക്കെ കഴിഞ്ഞ് അവൻ പോയിട്ടുണ്ട്. ഇനി ഷിബേണിനുള്ളതാണ്. ഷിബേണിനും വെട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ചുടുന്ന ഷിബേണിന് കൊടുക്കണം. അങ്ങനെ വേഗം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എഴുന്നേറ്റ് വന്നിട്ടില്ല, കുറേ വഴുകി. പിന്നെ ഉറങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് നേരം ഇനി ഇരിക്കും. അതുകൊണ്ട് വേഗം ചുട്ട് കഴിക്കാമെന്ന് കരുതിയാണ്ട് വേഗം അതിനുള്ള തയ്യാറെടുപ്പാണ്. അതിൻ്റെ പുറത്ത് വെള്ളം വെക്കുന്നുണ്ട്. രാവിലെ ചായ കുടിക്കാറില്ല ആരും. കൂർക്കലിൻ്റെ ഇലയും ശംഖുപുഷ്പമിട്ട് വെള്ളം തിളപ്പിച്ച് അതാണ് കുടിക്കാറ്. അച്ഛന് മാത്രം ഒരു ഗ്ലാസ് ചായ വേണം. അത് പിന്നെ അച്ഛൻ വരുന്നതിനനുസരിച്ചാണ് ഉണ്ടാക്കി വെക്കുക. ചൂട് ആറണ്ട കരുതിയിട്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം വേഗം ചോറിന് അടുപ്പത്ത് വെള്ളം വെച്ചു. പിന്നെ നമുക്ക് കടച്ചക്ക ഉണ്ടായിട്ടുണ്ട്. ആകെ ഒന്നേ ഉള്ളൂ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. നല്ല മൂത്തും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ വാടിപ്പോയി. അവസാനം ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. പിന്നെ അതപ്പോൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ചക്കകൾ എത്ര ഉണ്ടാവും എന്നൊന്നും അറിയില്ല, എന്നാലും ചെറുതായി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ചോറിന് കടച്ചക്ക കറിയും ഇടിച്ചക്ക കൊടുത്തിട്ടുണ്ട്. ഷിബേട്ടൻ ഇന്നലെ രാത്രി വന്നപ്പോൾ അവരെ ഫ്രണ്ട് കൊടുത്തതാണ്. അപ്പം എന്നാൽ നമുക്ക് ചോറിന് കടച്ചക്ക കറിയും ഇടിച്ചക്കയും മുതിര ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ ദോശ ചുടൽ കഴിഞ്ഞപ്പോൾ വേഗം ചോറിൻ്റെ വെള്ളം പുറത്തേക്ക് വെച്ചാണ്ട് അതിന് മാത്രം നല്ലോണം കത്തിച്ച് അരി ഇട്ടതിന് ശേഷമാണ് മുറ്റടിക്കാൻ ഇറങ്ങിയത്. കറി വെക്കാൻ നിന്നാൽ പിന്നെ മുറ്റടിക്കൽ പിന്നെയും ഒഴുകും. അപ്പം എന്നാൽ മുറ്റടിക്കൽ കഴിഞ്ഞ് വന്നതിന് ശേഷം വെക്കാമെന്ന് കരുതി അപ്പോൾ വേഗം മുറ്റടിക്കാൻ ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നോന്നു കത്തിക്കാനൊക്കെ വന്ന് നോക്കി. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ട്. അത് ഊറ്റി കഴിഞ്ഞേക്ക് വേഗം റൈസ് കുക്കറിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണ് ഇവിടെ ചെയ്യാറ്. ഇന്ന് രാത്രി നമ്മൾ ചോറ് എടുക്കുമ്പോഴും ചൂടുണ്ടാവും, തണുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കാട്ടും. ഇവിടെ പിന്നെ 2 നേരം ചോറായതുകൊണ്ട് ഒന്നിച്ചൊരു വെക്കലാണ് ഉള്ളത്. അതൊരു സമാധാനമാണ്. അപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പിന്നെ ചൂടും ഉണ്ടാവും. പിന്നെ ഒന്നും ചൂടാക്കേണ്ട എന്നൊരാവശ്യം വരാറില്ല. ചീനച്ചട്ടി വെച്ച് ചൂടായതിന് ശേഷം മുതിര ഇട്ടെടുത്ത് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചു. മുതിര വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ നാളികേരം ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു. ചെറിയ ഉള്ളി ഇട്ടു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. മൂത്തതിന് ശേഷം പെരിഞ്ജീരകപ്പൊടിയും കുരുമുളകിൻ്റെ പൊടി ഇട്ടാണ്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി നാളികേരം വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഉപ്പിട്ട് കടച്ചക്ക ഇട്ടു. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് വെള്ളവും ഉപ്പൊക്കെ പാകത്തിന് നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നാളികേരം വറുക്കുന്നതിൻ്റെ ഇടയിൽ കടച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്ത് വെച്ച നാളികേരം ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം അത് അരച്ചു കൊടുന്ന് മാറ്റി വെച്ചു.
കറി വേവാനുള്ള ടൈമിൻ്റെ ഇടയിൽ നമ്മൾ ഇടിച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. നല്ല വളഞ്ഞുണ്ടായിരുന്നു. പോകാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കയ്യുമ്മേ ഇടിച്ചക്കയുമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടി ചെറിയ ചെറിയ പീസാക്കി നുറുക്കിയെടുക്കുകയാണ്. കടച്ചക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഒന്ന് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിടണം. അരപ്പൊഴിച്ചതിന് ശേഷം കറി തിളച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാവാൻ വെച്ചു. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടിച്ചക്ക വയ്ക്കാൻ വേണ്ടി കുക്കർ എടുത്ത് വന്ന് അതിലേക്ക് മുതിര ഇട്ടു. പിന്നെ നമ്മൾ നുറുക്കി വെച്ച ഇടിച്ചക്ക ഇട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇടിച്ചക്കയിലേക്ക് ആവശ്യമായ ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് വറുത്തിടണം. അപ്പോൾ ഷിബേട്ടന് അമ്മ കാച്ചിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാവത്ത് എന്ന് പറയും. ഇത് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഷിബേട്ടനും അമ്മയ്ക്ക് അത് കഴിക്കുകയാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല. കറിയായി എന്ന് പറഞ്ഞപ്പോൾ ഷിബേട്ടൻ പിന്നെ കുറച്ച് കടച്ചക്ക കൊണ്ടാന്ന് പറഞ്ഞു വന്നതാണ്. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ഉപ്പ് കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിട്ട് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വറവിടുകയാണ്. ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് റെഡിയാക്കി അതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചു. പണികളൊക്കെ ഒരുങ്ങി. അപ്പോൾ അടുപ്പത്ത് ഒരു കലം ചുക്കുവെള്ളം വെച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് തിളക്കട്ടെ. പിന്നെ ചോറുണ്ണാനൊക്കെ ആയപ്പോൾ ഞാൻ കുട്ടിക്ക് കൊടുത്ത് പിന്നെ ഞാനും കഴിക്കായിരുന്നു. ഷിബേട്ടനും അച്ഛനും അമ്മയ്ക്കൊന്നും വേണ്ട, അവരൊക്കെ കാവത്തും കൂട്ടാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വിശക്കണില്ല പറഞ്ഞു, കുറച്ച് കഴിയട്ടെ ആയിരുന്നു. 12:30 ആയപ്പോൾ ഞാൻ കഴിച്ചു. വേഗം കഴിക്കാൻ കാരണം ലൈവ് കയറണമായിരുന്നു. ലൈവൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഷിബേട്ടനും അതും കൂടി അവർ കൊപ്ര ആട്ടാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ആട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പരിപ്പ് വട കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കാൻ എടുത്തപ്പോഴേക്കും അല്ലുതായി എത്തിയിട്ടുണ്ട്. 3:30 ആയപ്പോഴേക്കും അവനെത്തി. നോമ്പായതുകൊണ്ടാണ് നേരത്തെ വിടുന്നത്. അപ്പോൾ അവൻ കൊടുന്ന പാൽ കൊണ്ട് ബൂസ്റ്റ് ഉണ്ടാക്കി. അപ്പോഴേക്കും അബി എത്തി. ബൂസ്റ്റും പരിപ്പ് വടയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് വീണ്ടും വരാം. ബായ്.